വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. യേശുവിൽ എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവജനമേ, വീണ്ടും വരുവാനിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ നിങ്ങളെ ഏവരെയും ഈ അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷയിലേക്ക് പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. കർത്താവിൻ്റെ തിരുവചനത്തിൻ്റെ മുൻപിൽ നമുക്ക് നമ്മളെ തന്നെ ഇന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമേ, ഇന്ന് നീ എന്നോട് സംസാരിക്കണമേ. എന്നിലൂടെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലൂടെ നീ എന്താണ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്? നീ ഞങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? അത് നീ എന്നോട് സംസാരിക്കണമേ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബം പ്രിയമുള്ളവരെ അനുഗ്രഹിക്കപ്പെടണം. നിങ്ങളും നിങ്ങളുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടണം. ഒരു വിശുദ്ധ ജനതയായി നിങ്ങൾ ഈ ലോകത്തിൽ മാറ്റപ്പെടണം. അങ്ങനെ ക്രിസ്തുവിൽ മരിച്ച് ദൈവത്തോട് ചേരുന്നവരായി നിത്യതയിൽ നിങ്ങളെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആയിരിക്കുന്ന ഇടങ്ങളിൽ ശാന്തമായി കണ്ണുകളെ അടച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നീ കടന്നു വരണമേ. ഞങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന തെറ്റുകളെ, പാപാവസ്ഥയെ ഇന്ന് നീ ഞങ്ങൾ വെളിപ്പെടുത്തി തരണമേ. ഞങ്ങൾ എന്തായിത്തീരണമെന്നാണോ അങ്ങ് ആഗ്രഹിക്കുന്നത് ആ ആത്മീയ ഉയരങ്ങളിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേ, നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് നിന്റെ കൃപ കൊണ്ട് ഈ മക്കളെ നിറയ്ക്കണമേ. സത്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് ഇവരെ നയിക്കണമേ. പ്രിയ പരിശുദ്ധാത്മാവേ, ആത്മീയ കാര്യങ്ങൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ.
തകർന്ന നിരാശയിലും വേദനയിലൂടെ കടന്നു പോകുന്നവരെ നീ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ശുശ്രൂഷകളുടെ മേൽ പരിശുദ്ധാത്മാവെ അങ്ങ് വ്യാപരിക്കണമേ. നീ ഇടപെടണമേ, നീ ഏറ്റെടുക്കണമേ. എല്ലാ മഹത്വവും പിതാവായ ദൈവമേയുടെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ നിന്റെ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തുകയാണ്. കൃപയോടെ കേൾക്കണമേ. ആമേൻ, ആമേൻ. പ്രൈസ് ദ ലോർഡ്. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയ സഹോദരേ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പേരിൽ എന്തിരിക്കുന്നു എന്നുള്ളതാണ്. പേരിൽ എന്തിരിക്കുന്നു? ഭൂമിയിൽ ജനിച്ച നമ്മുടെ ചുറ്റുപാടുമുള്ള സകല മനുഷ്യർക്കും അവർക്ക് അവരുടേതായ ഒരു പേരുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പലർക്കും ഒന്നിലധികം പേര് ഒരുപക്ഷെ കാണാം. പള്ളിയിൽ ഒരു പേര്, വീട്ടിൽ വേറെ പേര്, നാട്ടിൽ മറ്റൊരു പേര്, ജോലിസ്ഥലത്തൊരു പേര്, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നവരും ഉണ്ട്. ഈ പേരിൽ ഇത്രമാത്രം കാര്യമുണ്ടോ? പേര് അതിപ്രധാനമായ ഒരു കാര്യമാണോ? പേരിൽ എന്തിരിക്കുന്നു? ഇന്ന് അല്പമായി നമ്മൾ ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. ബൈബിളിന്റെ ഭാഷയിൽ ബിബ്ലിക്കലായി നമ്മൾ ചിന്തിക്കുമ്പോൾ പേര് എന്ന് ഉള്ളതിന്, നാമം എന്നതിന്, അതിന് വേറെ അനേകം അർത്ഥങ്ങളുണ്ട്. ആ പേര് വഹിക്കുന്ന വ്യക്തിയെ, ആ വ്യക്തിയുടെ ഐഡന്റിറ്റിയെ, ആ വ്യക്തിയുടെ സ്വഭാവത്തെ, ആ വ്യക്തി ആരാണ്, എങ്ങനെയുള്ളവനാണ്, അവൻ്റെ പശ്ചാത്തലം എന്താണ് എന്നതൊക്കെ വെളിപ്പെടുത്തുന്നതാണ് ബൈബിളിന്റെ ഭാഷയിൽ നാമം എന്ന് പറഞ്ഞാൽ. വെറും ഒരു പേരല്ല. യേശു തന്നെ തിരുവചനത്തിൽ പലരോടും ചോദിക്കുന്നുണ്ട്, നിന്റെ പേരെന്താണ് എന്ന്. അങ്ങനെ ചോദിക്കുമ്പോൾ അത് വെറുതെ നിന്നെ നാട്ടുകാർ വിളിക്കുന്ന പേരെന്താണെന്ന് യേശുവിന് അറിയാൻ മേലാത്തത് കൊണ്ടല്ല ചോദിക്കുന്നത്. നിന്റെ നാമം എന്താണ്, നിന്റെ പേരെന്താണ് എന്ന് യേശു ചോദിക്കുമ്പോൾ അവിടെ അർത്ഥമാക്കുന്നത് ആ പേരിനെ പ്രതിനിധീകരിക്കുന്ന നിന്റെ സ്വഭാവം എന്താണ്, നീ എത്രക്കാരനാണ്, നീ ആരാണ്, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കേണ്ടവനാണ് നീ, ഇപ്പോൾ നീ ആരാണ്, ഇപ്പോൾ എന്താണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് യേശു ഒരു വ്യക്തിയോട് പേര് ചോദിക്കുന്നത്. അപ്പോൾ ഒരു പേര് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ സ്വഭാവ ഗുണങ്ങളെ, ദൗത്യത്തെ, പ്രവർത്തനങ്ങളെ എല്ലാം പ്രതിനിധീകരിക്കുന്നതാണ് അവൻ്റെ പേര് എന്ന് പറയുന്നത്. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ തിരുവചനത്തിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഇതാ യേശുവിൻ്റെ വളർത്തുപിതാവായ ജോസഫിന്
ഇങ്ങനെ പറയുകയാണ്, നീ അവന് യേശു എന്ന പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നത് കൊണ്ട് യേശു എന്ന പേരിടണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അവ യേശു എന്ന പേരിടണമെന്ന് യേശുവിൻ്റെ വളർത്തുപിതാവായ ജോസഫിനോട് ദൈവദൂതൻ ഇവിടെ പറയുമ്പോൾ തന്നെ ആ പേര് എന്തിനെ പ്രതിനിധീകരിക്കുന്നു, എന്തിനെ സൂചിപ്പിക്കുന്നു, എന്താണ് ആ പേരിൻ്റെ അർത്ഥം എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഈ പേരുപയോഗിക്കുന്ന, ഈ യേശു എന്ന നാമം വഹിക്കുന്ന വ്യക്തി, ആ വ്യക്തിയുടെ ദൗത്യം എന്താണ് എന്ന് ആ പേരിനകത്ത് തന്നെ അർത്ഥമുണ്ട്. എന്താണ് ആ പേര്? യേശു. യേശു എന്ന പേരിൻ്റെ അർത്ഥം എന്താ? അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നു. അതുകൊണ്ട് അവന് യേശു എന്ന പേരിടണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പേരിനകത്ത് അർത്ഥമുണ്ട്. മാത്രമല്ല, ആ പേര് വഹിക്കുന്ന വ്യക്തി ആ അർത്ഥത്തിനനുസരിച്ചുള്ള ദൗത്യ നിർവഹണമാണ് ജീവിതത്തിൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശു പിന്നീട് തൻ്റെ ജീവിതത്തിൽ എന്താണ് ചെയ്തത്? അവൻ്റെ ദൗത്യം മുഴുവൻ എന്തായിരുന്നു? യേശു പറഞ്ഞില്ലേ, പാപികളെ കണ്ടെത്തി രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ രക്ഷിക്കാനത്രേ ഞാൻ വന്നത്. മാത്രമല്ല, പാപികളോടൊത്ത് ചെലവഴിച്ചു, പാപികളുടെ പാപം ക്ഷമിച്ചു, പാപത്തിന് വേണ്ടി പാപികൾക്ക് പകരമായി യേശു അവരുടെ പാപങ്ങളെ ഏറ്റെടുത്ത് കാൽവലിയിൽ മരിക്കുകയും ചെയ്തു. അപ്പോൾ പേരെന്താണോ ആ പേരിനെ സൂചിപ്പിക്കുന്ന ആ ദൗത്യ നിർവഹണം യേശു ഈ ലോകത്തിൽ ജീവിച്ചു. അപ്രകാരം അതിനുവേണ്ടി നിലപാടുകൾ എടുക്കുകയും അതിനുവേണ്ടി ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു യേശു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ തന്നെ പ്രിയമുള്ളവരെ, നമുക്കോരോരുത്തർക്കും എല്ലാം പേരുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്, വിശ്വസിക്കുക. നമ്മുടെ മാതാപിതാക്കളിലൂടെ നമുക്ക് ലഭിച്ച ആ പേരിൻ്റെ അർത്ഥത്തിനനുസരിച്ചാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഇത് കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, പ്രിയ മാതാപിതാക്കളെ, മക്കളെ, ദൈവജനമേ, നിങ്ങൾക്ക് ഇപ്പോഴിട്ടിരിക്കുന്ന, നിങ്ങൾ വിളിക്കപ്പെടുന്ന ആ പേരിന് അനുയോജ്യമായ ഒരു ജീവിതമാണോ നിങ്ങൾ നയിക്കുന്നത്? എത്രമാത്രം പ്രതീക്ഷയോടെയാണ്, എത്രമാത്രം ആഗ്രഹത്തോടെയാണ് ഒരുപക്ഷെ മാതാപിതാക്കന്മാർ നിങ്ങൾക്കൊരു പേര് നൽകിയത്? ആ പേരിൻ്റെ അർത്ഥമനുസരിച്ചുള്ള, ആ അർത്ഥത്തെ പ്രതിനിധീകരിക്കുന്ന, അതിൻ്റെ ദൗത്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? ഇതാ ഒരുവന് മാതാപിതാക്കൾ ഒരു പേരിട്ടു. വളരെയധികം പ്രതീക്ഷയോടെ, ആഗ്രഹത്തോടെ മാതാപിതാക്കൾ ഒരുവന് പേരിട്ടു. പേരെന്താണ്? ക്രിസ്റ്റഫർ. ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ചുമക്കുന്നവൻ, ക്രിസ്തുവിനെ വഹിക്കുന്നവൻ, ക്രിസ്തു ഉള്ളിലുള്ളവൻ. ഇതാണ് ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പൊ ക്രിസ്തുവിനെ വഹിക്കുന്ന, ക്രിസ്തുവിനെയുമായി കൊണ്ടു നടക്കുന്ന,
ക്രിസ്തുവിനെ ഉള്ളിലാക്കിക്കൊണ്ട് അനുദിനം കൊണ്ടു നടക്കുന്ന, ക്രിസ്തുവിനെ ധ്യാനിക്കുന്ന ഒരു വ്യക്തിയായി എൻ്റെ മകൻ മാറണമെന്ന് ആഗ്രഹിച്ചാണ് ആ മാതാപിതാക്കൾ പേരിട്ടത്. വയസ്സ് ഇവന് 22. പക്ഷെ ഇവൻ ആരെയാ ചുമക്കുന്നത്? സിനിമാ നടന്മാരെ, സിനിമാ താരങ്ങളെ, സ്പോർട്സ് താരങ്ങളെ, മ്യൂസിക് താരങ്ങളെ ചുമക്കുന്നവനായി, അവരെ ആരാധിക്കുന്നവനായി, അവരെക്കുറിച്ച് ചിന്തിക്കുന്നവനായി ഇതാ ഇവൻ മാറ്റപ്പെട്ടിരിക്കുക. അവൻ ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ സിനിമ ഇറങ്ങിയ റിലീസ് ചെയ്യുന്ന അന്ന് തന്നെ ആദ്യം അവന് കാണണം. കാരണം ഇവൻ അവരെയാ ചുമക്കുന്നത്. പേര് ക്രിസ്റ്റഫർ എന്നാണെങ്കിൽ ക്രിസ്തുവിനെ ചുമക്കാതെ, ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കാതെ ഇന്ന് ലോകത്തിലുള്ള മനുഷ്യ ബിംബങ്ങളുടെ പുറകെ മനുഷ്യ വ്യക്തികളെ ആരാധിക്കുന്ന യുവജനങ്ങളെയും കുട്ടികളെയും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു പെൺകുട്ടിയുടെ പേരിതാ മേഴ്സി. മേഴ്സി എന്ന് പറഞ്ഞാൽ കാരുണ്യം എന്ന അർത്ഥം, കരുണ. എന്നാൽ ഇവളുടെ ജീവിതത്തിൽ ലേശം കരുണ കാണുകയില്ല. വീട്ടിൽ കുടുംബത്തിൽ കുഞ്ഞുങ്ങളോട് പെരുമാറുന്നത്, സംസാരിക്കുന്നത് കാരുണ്യമില്ലാതെയായിരിക്കാം ഈ സ്ത്രീ സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് പല ദൈവ മക്കൾക്കും ക്രിസ്ത്യാനി മക്കൾക്കും അവർക്ക് അവരുടെ സ്വന്തമായ അല്ലെങ്കിൽ മാമോദിസ പേര് ഇന്ന് പലർക്കും അറിയാൻ മേല. ഞാൻ ചിലയിടത്ത് ധ്യാനത്തിനൊക്കെ ചിലയിടത്ത് ചെല്ലുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിന്റെ മാമോദിസ പേരെന്താ? അതറിയാൻ മേല. വേറെ പല പേരുകളും പറയാറുണ്ട്. നിന്റെ മാമോദിസ പേരെന്താ എന്ന് ചോദിച്ചാൽ പല മക്കളും പറയാതെ ഇരുന്നിട്ടുണ്ട്. അവർക്ക് അറിയാൻ മേല എന്നാണ് പറയുന്നത്. ഇതെന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. മാമോദിസായിൽ അവർക്കുള്ള പേര് അവർക്കറിയാൻ മേല, അഥവാ മാതാപിതാക്കൾ അവർക്കത് പറഞ്ഞു കൊടുക്കുകയോ അത് ശീലിപ്പിക്കുകയോ ആ പേരിൽ അവരെ വിളിക്കുകയോ ചെയ്തിട്ടില്ല. ഇത് പ്രിയമുള്ളവരെ, ഇത് വലിയ അനുഗ്രഹത്തിന് തടസ്സമായത്. 855 കാനോൻ നിയമം ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുക: ഒരു ക്രിസ്ത്യാനി മാമോദീസ മുങ്ങുമ്പോൾ ആ വ്യക്തി മാമോദീസ പേരായിട്ട് ഒരു വിശുദ്ധന്റെയോ ഒരു വിശുദ്ധയുടെയോ പേര് വേണം സ്വീകരിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കാനോൻ നിയമം നമ്മളെ അങ്ങനെ പഠിപ്പിക്കുക. മാമോദീസായിൽ ഒരു വിശുദ്ധന്റെയോ വിശുദ്ധയുടെയോ പേര് വേണം നാം സ്വീകരിക്കാൻ. മാത്രമല്ല ആ പേരിൽ വേണം നമ്മൾ അറിയപ്പെടാൻ. പ്രിയമുള്ളവരെ, മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾ മാമോദീസായിൽ നിങ്ങൾക്കിട്ട പേരാണ് സ്വർഗത്തിൽ അറിയപ്പെടുന്ന പേര്. സ്വർഗത്തിൽ അറിയപ്പെടുന്ന പേര്, സ്വർഗത്തിലെ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പേര് നിന്റെ മാമോദീസ പേരാ. എന്നാൽ വിളിക്കപ്പെടുന്നതോ ഏതെങ്കിലും 2-3 വാക്കുകൾ കൂട്ടിച്ചേർത്ത ഒരു പേരുണ്ടാക്കി നമ്മളിതാ വിളിക്കപ്പെടുകയാണ്, അറിയപ്പെടുകയാണ്. തമാശന് വീട്ടിൽ വിളിച്ചതായിരിക്കാം. വീട്ടിൽ കളിപ്പേരായിട്ട് തമാശന് വിളിച്ചു തുടങ്ങിയ പേര്, അത് വിളിച്ച് വിളിച്ച് പ്രായമായപ്പോഴും ഇതാ നമ്മളെ വിളിക്കുക. ചെറുപ്പത്തിൽ വിളിച്ചതാ കൊച്ചയെന്ന്, വയസ്സ് ഇപ്പോൾ 50 ഇപ്പോഴും നാട്ടുകാർ വിളിക്കുന്ന കൊച്ചയെന്ന. ചെറുപ്പത്തിൽ വിളിച്ചതാണ് കുട്ടായി എന്ന്, വയസ്സ് ഇപ്പോൾ 40 ഇപ്പോൾ നാട്ടുകാർ നമ്മളെ വിളിക്കുന്നത് കുട്ടായി എന്ന. അവൻ്റെ പള്ളിയിലെ പേര് സത്യത്തിൽ നാട്ടിലുള്ള ആർക്കും അറിയാൻ മേല. എന്നാ കുട്ടായി ഏറാന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മാമോദീസ പേര് അത് പരിശുദ്ധമായൊരു പേരാണ്, ഒരു വിശുദ്ധമായ പേരാണത്. ആ പേരിൽ ആ കുഞ്ഞുങ്ങൾ അറിയപ്പെടട്ടെ, അവരെ അങ്ങനെ വിളിക്ക്, അങ്ങനെ പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, പ്രിയമുള്ളവരെ,
നിങ്ങൾക്ക് മാമോദീസ പേരിലിട്ട ആ വിശുദ്ധമായ പേര്, സ്വർഗത്തിൽ എഴുതപ്പെട്ട ആ പേരിൽ നിങ്ങൾ അറിയപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കണം മക്കളെ. നിങ്ങൾ ആഗ്രഹിക്കുക. അതൊരു പരിശുദ്ധമായ പേരാണത്. ഒരു വിശുദ്ധനെയോ ഒരു വിശുദ്ധയോ പ്രതിനിധാനം ചെയ്യുകയാണ് നിങ്ങൾ ആ പേരിൽ അറിയപ്പെടുമ്പോൾ ആ പേരിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിക്ക്, ആ വിശുദ്ധയ്ക്ക് എത്രമാത്രം നിങ്ങളുടെ സ്നേഹമുണ്ടെന്നറിയാവോ? നിങ്ങളെ എത്രമാത്രം സഹായിക്കാൻ സാധിക്കും എന്നറിയാവോ? തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ ആ വിശുദ്ധനോ വിശുദ്ധയ്ക്കോ സാധിക്കും. എന്നാൽ ഇങ്ങനെ പരിശുദ്ധമായ മാമോദീസ പേരുകൾ ഇട്ടിട്ട് ആ പേരിൽ നമ്മൾ അറിയപ്പെടാതെ നടക്കുമ്പോൾ ആ പേരിൽ വിളിക്കപ്പെടുന്നത് ഒരു അപമാനമായി, ഒരു നാണമായി, ഒരു കുറച്ചിലായി, ഒരു ഓഖാനമായി നിങ്ങൾ കണ്ടാൽ, പ്രിയമുള്ളവരെ, അത് വലിയ തെറ്റാണ്, അത് വലിയ പാപമാണ്. ഈശോ പറയാണ്, എൻ്റെ നാമത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റു പറയുന്നവരെ കണ്ടോ, ഞാനും ഏറ്റു പറയും എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെറുതെ അന്നിട്ടെന്നല്ലാതെ അത് ഉപയോഗിക്കാതിരിക്കുന്നത് അത് വലിയ തെറ്റാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി മാറുവാൻ നമുക്ക് വിശുദ്ധ പേരുകളിടാം, വിശുദ്ധ പേരിൽ അറിയപ്പെടാം. ആ പേരിനനുസരിച്ചുള്ള അർത്ഥത്തിൽ ജീവിക്കുവാൻ, ആ പേരിനനുസരിച്ചുള്ള ദൗത്യ നിർവഹണത്തിൽ ജീവിക്കുവാൻ നമുക്ക് പ്രേരണയുണ്ടാകട്ടെ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളെ അടയ്ക്കട്ടെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. കനിവാനും സ്നേഹിതയുമായ നല്ല കർത്താവേ, ഈ മക്കളെ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. നിന്റെ കൃപ ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തെയോർത്ത് അനുദപിക്കുവാൻ, കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയ തെറ്റുകളെയോർത്ത് അനുദപിക്കുവാൻ കൃപ ഇവരുടെ മേൽ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള മക്കളെ, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിത പങ്കാളിയെയും മക്കളെയും മാതാപിതാക്കളെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ. കർത്താവേ, ഇവിടെ മേൽ കരുണ തോന്നണമേ. അത്യുന്നതന്റെ ശക്തി ഇവിടെ മേൽ വ്യാപരിക്കട്ടെ. കർത്താവേ, ഒരു വിശുദ്ധ പേരിൽ ഇവരറിയപ്പെടാം, ഒരു വിശുദ്ധ പേരിൽ ഇവരറിയപ്പെടട്ടെ. ഓ, ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ആ വിശുദ്ധ പേരിൽ അഭിമാനം കൊള്ളുവാനുള്ള ആ കൃപ, ആ അഭിഷേകം ഇവിടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാണം മാറട്ടെ, ലജ്ജ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ, അവർ വിശുദ്ധരായി മാറട്ടെ. കർത്താവേ, കൃപയൊഴുകട്ടെ. കർത്താവേ, ഇവർക്ക് കൃപയ്ക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ആ പേരിനനുസരിച്ചുള്ള അർത്ഥത്തിനനുസരിച്ചുള്ള ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ, ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഇവർ അഭിഷേകത്താൽ നിറയട്ടെ, കൃപയാൽ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ മക്കൾക്കായി പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിശുദ്ധമായ പേരിൽ അഭിമാനം കൊള്ളുക. ആ പേരിനനുസരിച്ചുള്ള അർത്ഥത്തിൽ ജീവിതം നയിക്കുവാൻ തീരുമാനമെടുക്കുക. അതിനായി ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.
അരമനയിൽ